ചട്ടിപ്പത്തിരി പി.എ. മുഹമ്മദ് കോയ. അദ്രമാൻ പിയ്യാപ്പിള വൈകുന്നേരം തന്നെ സാമാനങ്ങളൊക്കെ വരുത്തിച്ചു. പിറ്റേന്ന് രാവിലെ ചട്ടിപ്പത്തിരിയുടെ ഇതിഹാസം ആരംഭിക്കുന്നു. വാങ്ങിയ സാധനങ്ങളൊക്കെ എണ്ണം നോക്കേണ്ടതാണ്. ഏറെ കുട്ടികളുള്ള പുരയാണ്. കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും. 2 റാത്തൽ ഗോതമ്പപ്പൊടി, 30 കോഴിമുട്ട, 1/2 റാത്തൽ വെള്ള കിസ്മിസ്, 1/2 റാത്തൽ കസ്കസ്, 1/4 റാത്തൽ ബദാം, 1/2 റാത്തൽ നല്ല പശുവിൻ നെയ്യ്, 1/2 റാത്തൽ പഞ്ചസാര, 5 റുപ്പിക തൂക്കം ഏലത്തിരി, 1/4 കുപ്പി പനിനീർ. എല്ലാം കണക്കുപോലെയുണ്ട്. ഇനി വേണ്ടത് 1/4 സേർ പാലാണ്. നേരത്തെ വാങ്ങിവെച്ചാൽ തെരത്തു പോകും. പക്കീർ ചിത്താത്ത പയ്യുംപാല് കൊണ്ടെന്നോ? പിച്ചായ് ചോയ്ത്താത്ത ചോദിച്ചു. മൂപ്പത്തി എപ്പം കൊണ്ടുവന്നിക്കണ്? ഞാൻ ഉറിമേൽ മൂടി വെച്ചേക്കണ്, കൽമേയി പറഞ്ഞു. കൽമേയി പാലും അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചു. പിച്ചായ് ചോയ്ത്താത്ത ഗോതമ്പ് പൊടിയെടുത്ത് വെള്ളം ചേർത്ത് കുഴച്ച് മാവാക്കി വെച്ചു. അതിനിടയ്ക്ക് കൽമേയി വെള്ളം നിറച്ചൊരു പിഞ്ഞാണത്തിൽ ബദാം എടുത്തിട്ടു. പൊതിരട്ടെ. പാത്തുമോയ് താത്ത 30 കോഴിമുട്ടയും ഉടച്ച് സാനിൽ പാർന്നു. പഞ്ചാരപ്പൊതി അഴിച്ച് കുറച്ച് പഞ്ചാര ഉടച്ച മുട്ടയിലിട്ടു. ഏലത്തിരിയും എടുത്തിട്ടു. അതാ പനിനീരിൻ്റെ കുപ്പി, ഇങ്ങോട്ടെടു മോളെ. കൽമേയി പനിനീരിൻ്റെ കുപ്പി നീക്കി വെച്ചപ്പോൾ കുറച്ച് പനിനീരും ആ മുട്ടയിൽ ചേർത്തു. ആസതിരിക്കുന്ന മാതിരി വലതു കൈ ചലിപ്പിച്ച് മുട്ടയുടച്ച് അടിക്കാൻ തുടങ്ങി. മോളെ, അതാ മാവ് കുഴച്ചത്. എല്ലാവരും കൂടി 20 തോല് പരത്തിക്കോളി. കൽമേയി ഇരുന്നു. അനുജത്തി ബീരാമ്പി ഇരുന്നു. കൽമേയിയുടെ മൂത്ത മകൾ കച്ചേയും ഇരുന്നു. ചെറിയ മുട്ടിപ്പലകയിലാണ് ഇരുന്നത്. ഓരോരുത്തരും മുമ്പിൽ പത്തിരി പരത്തുന്ന വലിയ വട്ടപ്പലകകൾ വലിച്ചിട്ടു. കുറച്ച് പൊടിയെടുത്ത് ആദ്യം പലകമേൽ വിതറി. കുഴച്ച മാവെടുത്ത് 3 പേരും കൂടി 20 ഉരുളകളാക്കി ഉരുട്ടി. ഓരോന്നും വലിയ ആപ്പിളിൻ്റെ വലുപ്പമുണ്ട്. പത്തിരിക്കുഴലുകൾ തുടച്ച് ഉരുളകളിൽ അമർത്തി റോളർ ഉരുട്ടും പോലെ ഉരുട്ടിക്കൊണ്ട് പരത്തി തുടങ്ങി. അമർത്തി ഉരുട്ടും തോറും മാവ് ആനച്ചെവിയുടെ രൂപത്തിൽ പലകമേൽ പരക്കുന്നു. ഇത് കൊയലിമേൽ ഒട്ടിപ്പിടിക്കണ്, കുറച്ച് പൊടി വേണം. ബാക്കിയുള്ള പൊടിയുടെ പൊതി കൽമേയി നീക്കിക്കൊടുത്തു. ബീരാമ്പി പൊടിപ്പൊതിയെടുത്ത് പലകമേലും കൊള്ളിമേലും ഒന്ന് പൂശി. എന്നിട്ടൊന്ന് പരത്തി നോക്കി. ഇപ്പോൾ ഒട്ടുപ്പില്ല. കച്ചേയും അത് തന്നെ ചെയ്തു. പിച്ചായ് ചോയ്ത്താത്ത പറഞ്ഞു, 3 ആൾ പരത്താനിരുന്നാൽ ശരിയാവൂല. ഒരാൾ അത് ഓട്ടിലിട്ട് ബാട്ടിയെടുക്കാൻ ഇരിക്കട്ടെ. ആനച്ചെവി വലുപ്പത്തിൽ നേർമയിൽ പരത്തിയ ആദ്യത്തെ തോല് ഉമ്മയെ കാണിച്ചുകൊണ്ട് കൽമേയി ചോദിച്ചു, വലിപ്പം ഇത് മതിയോ? പിച്ചോയ്ച്ച താത്ത നോക്കിയിട്ട് പറഞ്ഞു, ചെനമ്പം കൂടി വലിപ്പം ഇരുന്നോട്ടെ. വലിയ ചട്ടിപ്പത്തിരിയല്ലേ? പലക നിറയൽ തന്നെ കണക്ക്. അല്ല, അച്ചെമ്പ് ഇങ്ങോട്ട് നീക്ക്. കൽമേയി വട്ടച്ചെമ്പ് നീക്കിക്കൊടുത്തു. വേഗം ചെമ്പെടുത്ത് കഴുകി അടുപ്പത്ത് വെച്ചിട്ട് പിച്ചായ് ചോയ്ത്താത്ത വെള്ള കസ്കസ് കഴുകി ഊറ്റി ചെമ്പിലിട്ടു. എന്നിട്ട് പറഞ്ഞു, നെയ്യ് ഇങ്ങോട്ടെടുക്ക്. കസ്കസ് പൊരിയണുണ്ട്. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് വാങ്ങി വെച്ചു. കിസ്മിസ് എടുക്ക്. കിസ്മിസ് എടുത്ത് നെയ്യിൽ പൊരിച്ച് കോരിയെടുത്തു. കരിഞ്ഞു പോയോ? ബേജാറോടെ മൂപ്പത്തി ചോദിച്ചു. ബീരാമ്പി എണീറ്റ് കയ്യിൽ കണ കൊണ്ട് പൊരിഞ്ഞ കിസ്മിസിൽ കുത്തി നോക്കി. ഇല്ല, കണക്കാണ്. സമാധാനം. ബിച്ചോയ് ചോയ്ത്താത്ത പിഞ്ഞാണത്തിൽ നിന്ന് പൊതിരാനിട്ട ബദമെടുത്ത് തോലിരിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചു, പാലും പഞ്ചാരയും കലക്കി വെച്ചോ? കൽമേയി വിരൽ കടിച്ചു. ഞാനത് മരിച്ച പോലെ മറന്നുപോയി. നല്ല മറതിയാ. എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാലോ? നിങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കണ്ടേ? എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ചുടാൻ ഉമ്മ ഉണ്ടാവോ? പിച്ചായ് ചോയ്ത്താത്ത പശുവിൻ പാലെടുത്ത് പഞ്ചസാരയിട്ട് നന്നായി ഇളക്കി വേറൊരു വലിയ സാനിലൊഴിച്ചു. ബാട്ടിയ തോലൊക്കെ ഇതിലിട്, പദം വരട്ടെ. അല്ല, 2 ആളും കൂടി ഇതുവരെ 2 തോല പരത്തിയത്. ഇക്കണക്കിന് ഇതാവാൻ മോന്തിയാവുമല്ലോ. ഇല്ലുമ്മ, ഇപ്പം പരത്തിത്തരാം. അവർ പണിക്ക് വേഗം കൂട്ടി. അടുപ്പ് പോണ്, ചെമ്പെടുത്ത് അടുപ്പത്ത് വെക്കി. അടുപ്പിൽ വെറുതെ തീ കത്തുന്നത് കണ്ടപ്പോൾ പിച്ചായ് ചോയ്ത്താത്ത പറഞ്ഞു,
നെയ്യിൽ പൊരിച്ചെടുത്ത വെള്ള കസ്കസും കിസ്മിസും ബദം നുറുക്കിയ കഷ്ണങ്ങളും കൂട്ടിക്കുഴച്ച് പണ്ടമാക്കി ഒരു വലിയ കാസയിൽ മാറ്റിവെച്ചു. ബെല്ലിമ കോളായോ? കൽമയുടെ മകൻ അബു അടുക്കളയിൽ കടന്നിട്ട് ചോദിച്ചു. എത്തിയോ? ആളെ തലപ്പിരാന്തെടുപ്പിക്കാണ്ട് അപ്പുറം പോയി ഇരുന്നാട്ടെ. ഇതിങ്ങൾക്കൊന്നും തിന്നാനല്ല, ഒരുത്തിയിൽ കൊടുക്കാനാ. അപ്പം ഞമ്മക്കില്ല അല്ലേ? ബിച്ചോയ് ചാത്തയ്ക്ക് ഈറയാണ് പിടിച്ചത്. എന്താ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ? അല്ല പിന്നെ. ഗ്രാമഫോണിൽ വന്ന ഒരു പാട്ട് മൂളിക്കൊണ്ട് ഒരു കഷ്ണം ബദവും കടിച്ച് അബു പോയി. കൽമയെ കുറച്ച് നെയ്യിട്ട് വട്ടച്ചെമ്പെടുത്ത് അടുപ്പത്ത് വെച്ചു. നെയ്യ് ഉരുകിയപ്പോൾ കുറച്ച് നെയ്യ് ചെമ്പിൻ മൂട്ടിൽ ബാക്കിയാക്കി ശേഷിച്ചത് മുഴുവൻ കോരിയെടുത്ത് ഒരു തകരപ്പാട്ടയിലേക്ക് പകർന്നു. ചെമ്പ് താഴെ ഇറക്കി വെച്ചു. 20 തോലും പരത്തി കഴിയുമ്പോഴേക്കും മണിക്കൂർ 3-4 കഴിഞ്ഞിരുന്നു. വേറെയും ചില കുട്ടികൾ അടുക്കളയിലേക്ക് വന്നു. കാസയിൽ പണ്ടം കുഴച്ചു വെച്ചതിൽ നിന്ന് ഒരു കഷ്ണം ബദമെടുത്ത് ഉസ്മാൻ വായിലിട്ടു. ബിച്ചായ് ചോയ്ത്താത്ത അവനെ ഒരു നോട്ടം നോക്കി. നിങ്ങളെല്ലാവരും കൂടി പണിയെടുക്കാമെന്നാൽ ഇപ്പണി തീരൂല. ഒരു കണ്ടം ബദമെടുത്തില്ലേ? ഇനി അപ്പുറം പോയി കളിച്ചോളി. വേറൊരുത്തൻ ചോദിച്ചു. ഒരു കണ്ടം കിസ്മിസ്. മാവ് പരത്തി തോലാക്കിയവരും പരത്തിയ തോല് ഓട്ടിലിട്ട് വാട്ടിയവളും എണീറ്റ് പത്തിരി പലകകൾ മാറ്റിവെച്ചപ്പോൾ ബിച്ചായ് ചോയ്ത്താത്ത ചോദിച്ചു. 20 തോലും തികച്ചുമില്ലേ? അവർ ഒരിക്കൽ കൂടി എണ്ണി. ഉണ്ട്. ഇനി കയ്യാക്കത്തിന് ഒരാൾ ഇവിടെ നിന്നാൽ മതി. കൽമേയി നിന്നു. മറ്റു 2 പേർ അടുക്കളയിൽ നിന്ന് പോയി. ബിച്ചായ് ചോയ്ത്താത്ത പാലിൽ പദം വരാനിട്ട വാട്ടിയ 2 തോലുകൾ ഒന്നിനു മുകളിൽ മറ്റൊന്നായി നെയ്യുള്ള ചെമ്പിലിട്ടു. പണ്ടം ഇങ്ങോട്ടെടുക്ക്. കസ്കസും കിസ്മിസും ചേർത്ത് കുഴച്ച പണ്ടം കൽമേയി എടുത്തു നീട്ടി. അട്ടിയായി വെച്ച 2 തോലിന് മീതെ മൂപ്പത്തി കുറച്ച് പണ്ടം വിതറി. എന്നിട്ട് പഞ്ചസാരയും ഏലത്തിരിയും പനിനീരും ചേർത്ത് കലക്കി അടിച്ചു വെച്ച കോഴിമുട്ട കൊഴുപ്പിൽ നിന്ന് കുറച്ചെടുത്ത് പണ്ടത്തിൻ്റെ മേൽ പാർന്നു. ചാഞ്ഞും ചെരിഞ്ഞും നോക്കി. മുട്ട കലക്കിയത് തോലിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയോ? അതിനു മീതെ പിന്നെ ഒറ്റ തോലാണ് എടുത്തു വെച്ചത്. അതിനു മീതെയും പണ്ടമിട്ടു. മുട്ട കലക്കിയതും പാർന്നു. പടച്ചോനെ, ഇത് നന്നാകണേ, ആളുകളെ കൊണ്ട് പറയിക്കരുതേ. ആയോ? ഏതോ കുട്ടി അടുക്കള വാതിൽക്കിൽ നിന്ന് ചോദിച്ചു. ബിച്ചോയ് ചത്താത്ത അത് കേട്ടില്ല. അതെന്നല്ല, ഈ ലോകത്തിലെ മറ്റൊരൊച്ചയും കേട്ടില്ല. കണ്ണും കൽബും ആത്മാവുമൊക്കെ ചെമ്പിനകത്ത് രൂപം പ്രാപിച്ചു വരുന്ന ചട്ടിപ്പത്തിരിയുടെ സൃഷ്ടികർമ്മത്തിൽ തറച്ചു നിൽക്കുന്നു. കണ്ണോ മനസ്സോ ഒന്ന് തെറ്റിയാൽ കുപ്പായം വിയർപ്പിലൊട്ടി. നെറ്റിയുടെ 2 അറ്റങ്ങളിലും പളുങ്കിൻ്റെ മണി പോലെ വിയർപ്പിൻ്റെ തുള്ളികൾ ഉരുണ്ടുകൂടി നിന്നു. മനസ്സ് വട്ടച്ചെമ്പിനകത്തു മാത്രം വട്ടമിട്ട് പറക്കുന്നു. നന്നായാൽ മതി റബ്ബേ. ബിച്ചോയ് ചത്താത്ത ആദ്യം ചെയ്തു തന്നെ ആവർത്തിക്കുന്നു. 4ാമത്തെ തോൽ വെച്ചു. എല്ലാം ക്രമമനുസരിച്ച് നടന്നു. 19ാമത്തെ തോലാണ്. 20 തികയുന്നു. നിവർന്നു നിന്നു നോക്കി. ബാക്കിയുള്ള പണ്ടം മുഴുവൻ 20ാമത്തെ തോലിൻ്റെ മുകളിൽ വിതറി. ചാഞ്ഞും ചെരിഞ്ഞും നോക്കി. എല്ലാം സമമായി പതിഞ്ഞിരിക്കുന്നു. മുട്ട കലക്കിയ സാൻ കയ്യിലെടുത്തു. അത് മുഴുവൻ വടിച്ച് അവസാനത്തെ തോലിന് മീതെ നടുവിൽ പാർന്നു. എല്ലാ ഭാഗത്തേക്കും ഒലിച്ച് സമമാകുന്നു. 31 നിവർന്ന് കൈ കുടഞ്ഞു. ഊർന്നു വീണ തട്ടം നേരെയാക്കി. എന്നിട്ട് ബിസ്മില്ലാ. വിറയ്ക്കുന്ന കൈകളോടെ ചെമ്പ് അടുപ്പത്ത് കയറ്റുന്നു. മൂടിയെടുത്ത് ചെമ്പിന് മുകളിൽ വെച്ചു. അടുപ്പിലെ ചകിരിത്തീയിൽ നിന്ന് കുറച്ചെടുത്ത് ചെമ്പിന് മുകളിലിട്ടു. പുതിയ ചകിരിയുമിട്ടു. അടുപ്പിലെ തീയൊന്ന് ഉള്ളോട്ട് തള്ളി. മാറി നിന്ന് അടിയിലും മുകളിലും തീ ശരിയായ നിലയിലാണോ എന്ന് നോക്കി. ബറാബർ. റബ്ബേ, ഇത് നന്നാകണേ. നെറ്റിയിൽ ഉരുണ്ടുകൂടിയ വിയർപ്പ് തുള്ളികൾ ചൂണ്ടുവിരൽ മടക്കി തുടച്ച് അവർ പ്രാർത്ഥനാഭാവത്തിൽ നിന്നു. നന്നാവും മോളെ. ഒരു ബായിക്ക് ബെത്തിലടക്ക. ഇനിയൊന്ന് മുറുക്കണം. പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി. മനസ്സിൽ നിറഞ്ഞ നിർവൃതി.